അവർ 30 ദിവസം പട്ടിണി കിടന്നാൽ ഈ ചെയ്തതെല്ലാം പൊറുക്കുമെന്ന് പറഞ്ഞാൽ ഇതെന്തൊരു തരം മാനക്കേടാണ്, വിരോധാഭാസമാണ്. ഇത് പരിഹസിക്കപ്പെടേണ്ടുന്ന സംഗതിയല്ലേ? ഇരയാക്കപ്പെട്ട ആളുകൾക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത്? സൗമ്യയോട് ക്രൂരത ചെയ്ത കൊച്ചിനെ കൊന്നിട്ട് ഇയാൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ആ സൗമ്യയെ കൊന്ന പാപം കരിച്ചു കളയുമെന്ന് പറഞ്ഞ് എന്തുവാടേ ഇത്? വെറും ഒരു ശാരീരിക പ്രക്രിയയായിട്ടുള്ള നോമ്പിനെ വിശ്വാസ സംസ്കരണം. ഇവർ പറയുന്നതാ, ഹിറ്റ്ലറെ പോലെ ഒരാൾ നോമ്പെടുത്താൽ മതിയോ? ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നാൽ മതിയോ? ഡയറ്റിംഗ് എടുത്താലേ ഇസ്ലാമിലേക്ക് പോകത്തുള്ളൂ, എന്നാലേ പടച്ചോൻ പാപം പൊറുക്കത്തുള്ളൂ. അതായത് ക്രിമിനലുകൾ, ഇപ്പം നബി ക്രിമിനലാണ്, നബി കാണിച്ചു തന്നല്ലോ നിസ്കരിച്ചാൽ മതിയെന്ന്. ശരി, ഈ 10-15-16 മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കുമ്പോഴേക്ക് നിങ്ങളുടെ ക്രിമിനൽ ബുദ്ധി ഇല്ലാതാകുമെന്ന് പറഞ്ഞ പടച്ചോൻ വല്ലാത്തൊരു പടച്ചോനാണ് കേട്ടോ. എന്തുവാടേ ഇതുകൊണ്ട് സമൂഹത്തിന് ഗുണം?